എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് ഒരു ലൈക്കും തരിക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയല്ലോ. അപ്പോൾ ഇത് ഞാനെല്ലാ പണിയും കഴിഞ്ഞിട്ട് ചെയ്ത പണിയാണ് കേട്ടോ. പക്ഷേ വീഡിയോ ആദ്യം ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ കളറൊക്കെ കാണുമ്പോൾ മിക്കവരും എന്നെ കളിയാക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ നീല, ഒന്നില്ലെങ്കിൽ പച്ച, അതേമാരത്തെ ഇടിവെട്ട് കളറുകളൊക്കെ ഞാൻ ഇടാറുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്കെന്തോ ഇഷ്ടമാണ് എനിക്ക്. അതായത് ഈ ചുവപ്പിനേക്കാളും ഒക്കെ എനിക്കിഷ്ടം ഇപ്പം മജന്ത അങ്ങനെയുള്ള കളറുകളെക്കാളും ഒക്കെ എനിക്കിഷ്ടം ഇതാണ് കേട്ടോ. പിന്നെ ഈ നീല എന്ന് പറയണത് ഞങ്ങളുടെ വീട്ടിൽ എന്ത് ഡ്രസ്സ് എടുത്താൽ പോലും എപ്പോഴും നീലേനോടൊരു അറ്റാച്ച്മെൻറ്റ് ഇത്തിരി കൂടുതലാണ് കേട്ടോ. അതിപ്പോൾ ഞങ്ങളുടെ അടുക്കളയിലെ ടൈല് വരെ അങ്ങനത്തേന് കണ്ടറിയാലോ. അപ്പോൾ അതാണ് നമ്മുടെ ക്യൂടെക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞുള്ള കഥ. അപ്പം വേറൊരു കഥയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പണ്ട് പഠിച്ചിരുന്നപ്പോൾ കേട്ടോ, സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ക്യൂടെക്സൊക്കെ ഇട്ട് പോകാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്നാ, നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് അണിഞ്ഞൊരുങ്ങി പോണ ദിവസമായിരിക്കും നമ്മളോട് ചിലപ്പോൾ എടുത്താൽ പൊങ്ങാത്ത ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എങ്ങാനും നമ്മൾ അതിന് ആൻസർ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളോട് ഇങ്ങനെ ടീച്ചർമാർ ക്യൂടെക്സ് ഇടാനുള്ള നേരം കിട്ടിയല്ലേ, അപ്പോൾ ഈ പഠിക്കാനുള്ള നേരം കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങാട് വല്ലാണ്ടാക്കും. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് പണ്ട് ഞങ്ങൾ ഇതേമാരെ സ്കൂളിൽ പോണ ദിവസമൊന്നും ഞങ്ങളിങ്ങനെ ഇട്ടൊന്നും പോകില്ല കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അവർ ഇത് പറഞ്ഞിട്ട് നല്ല അടിച്ചു പൊളിച്ചൊക്കെ സ്കൂളിൽ പോണ പിള്ളേരാണ്. അതേമാതിരി തന്നെ ടീച്ചർമാരും നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. അപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ക്യൂടെക്സ് കഥ. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ വെച്ചത് കടല പുട്ട് വിത്ത് പപ്പടം കൊണ്ടിട്ടാ. അപ്പോൾ ഇവിടെ പുട്ടിന് എന്തായാലും പപ്പടം വേണം, എനിക്കല്ല ചേട്ടന്. അപ്പോൾ കടലക്കറി ഉണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു വറുത്തതും കൂടി ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റാണല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് കടലയായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. കാരണം അത് തന്നെ തിന്നാൻ പാടില്ല. എനിക്ക് കൂടുതലും പഴമുണ്ട് ഇഷ്ടം. പഴവും പുട്ടും കൂടി കുഴച്ച് തിന്നാൻ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അതിൻ്റെ ഒപ്പം പപ്പടമൊക്കെ ആണെങ്കിൽ ഞാൻ കൂട്ടും. ഈ കടലയുടെ ഒപ്പം അങ്ങനെയൊന്നും പപ്പടം കൂട്ടലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ. കടല പ്രത്യേകിച്ച് വേറൊന്നുമില്ല. കടല വേവിക്കുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, പിന്നെ ഒരു തക്കാളി ഇടും. ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് നമ്മൾ ഒരു 7-8 വിസിൽ, ഞാൻ 7-8 അടിക്കും കേട്ടോ. വളരെ സിമ്മിലിട്ടിട്ട് 7-8 വിസിലൊക്കെ അടിച്ചിട്ട് നന്നായിട്ട് വെന്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ താളിക്കുമ്പോഴാണ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ വറുത്ത്, മസാലപ്പൊടിയൊക്കെ വറുത്തിട്ടിട്ട്, അതായത് അത് വേപ്പിലയിലാണ് കേട്ടോ. വേപ്പില ഇട്ട് കടുകിൽ വേപ്പില പൊട്ടിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് വേപ്പില ഇട്ടിട്ട് ഈ പൊടികളൊക്കെ ഇട്ട് വഴറ്റിയിട്ടാണ് നമ്മൾ ഈ കടലക്കറി വെക്കുന്നത്. അങ്ങനെ ഇന്ന് കടലാക്രമണം ഒരുന്ന് രാവിലത്തെ ഫുഡ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വീട്ടുപണി കുറച്ചുണ്ട്. കാരണം ഇന്ന് സൺഡേ ഫൺഡേ ആയതുകൊണ്ടിട്ട് ഇന്ന് പണികൾ രാവിലത്തെ അങ്ങോട്ട് കഴിച്ചു വെക്കും. കാരണം ചേട്ടനുണ്ടെങ്കിൽ രാവിലെ കഴിച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് സിനിമ കാണണം. അതായത് ഉച്ചയാകുമ്പോൾ അതായത് ഇങ്ങനെ എന്താണ് പെൻ ഡ്രൈവിലൊക്കെ സിനിമയൊക്കെ ഇട്ട് ഇങ്ങനെ കണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഏർപ്പാടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം പണിയൊക്കെ തീർത്ത്. അപ്പോൾ തുടക്കൽ അടിക്കൽ ഒക്കെ വേഗം തീർത്തിട്ട് പിന്നെ നമ്മുടെ പണി കഴിഞ്ഞിട്ട് നമുക്കിരിക്കുകയാണെങ്കിൽ ഒരാശ്വാസമുണ്ട്. ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ അലക്കലാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്വാസമാണ്. ബാക്കി എല്ലാ പണിയും എനിക്കത്ര വലുതായിട്ട് തോന്നിയിട്ടില്ല. ഈ തുണി തിരുമ്മലാണ് ഇത്തിരി മെനക്കേട് പണിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ പണി ഒരു എണ്ണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഏതാണ്ടും വലിയ പണി കിടക്കണ പോലെ കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെയൊക്കെ ഒന്ന് കഴുകിയിടണം. കാരണം ഭയങ്കര പൊടിയാണ് കേട്ടോ. റോട്ടിൽ നിന്നേ പൊടി അടിച്ചേറിയിട്ട് ഭയങ്കര ഇതിങ്ങനെ നമ്മൾ ചവിട്ടുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിലൊക്കെ ആവണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കരുതി ഇന്ന് കഴുകി ഇട്ടേക്കാം എന്ന് കരുതി വെള്ളം ഒഴിച്ച് വെറുതെ ഇട്ട്.
അത്രേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. വെള്ളമൊഴിച്ച് ആ പൊടി അങ്ങോട്ട് കളയും, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ തേച്ച് കഴിയുക അങ്ങനത്തെ ഇതല്ല. അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടനുള്ളത് കൊണ്ടിട്ട് നമ്മളിന്ന് താറാവാണ് കേട്ടോ മേടിക്കുകയാണ്. അപ്പോൾ ഈ താറാവ് മേടിക്കാൻ മഞ്ഞുമ്മൽ വരുമ്പോൾ കേട്ടോ, അവിടുത്തെ താറാവാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. കാരണം അത് പുഴയിലിട്ട് വളർത്താനെന്നോ അങ്ങനെ എന്താണ്ടൊക്കെ പറയണ കേൾക്കാം. അത് ഇപ്പം ഞങ്ങൾ മഞ്ഞുമ്മലായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയണത് ഇപ്പം ഈ താറാവ് മേടിക്കലിൽ മാത്രം കേട്ടോ. കാരണം ഇപ്പം അമ്മയില്ലാത്തത് കൊണ്ടിട്ട് ഇപ്പം അങ്ങോട്ട് പോക്കും വരവൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ താറാവ് കഥ. അപ്പോൾ താറാവ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അതേ ഒരു മൂന്നാമ്പുറം പാത്രം ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഈ വീഡിയോ കാണിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം മാത്രമേ കാണിക്കുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറം എന്ന് പറയണത് ഇല്ലല്ലേ, ഭയങ്കര ദുരിതം കേട്ടോ. കാരണം കുറേ പാത്രം ഉണ്ടാവും. നമ്മൾ ആ ഷൂട്ട് ചെയ്യണ ഭാഗം നല്ല ക്ലിയർ ആക്കി ഇടും എന്ന് മാത്രമേ. അത് മിക്കവരും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷേ അതിൻ്റെ ഇപ്പുറം നിങ്ങളും കൂടി അറിയണം, ഇതാണ് അതിൻ്റെ സംഗതി. ഞാൻ വിചാരിക്കും എനിക്ക് മാത്രമാണ് ദൈവം ഇങ്ങനെ പാത്രം കുന്നുകൂടി വന്നതെന്ന്. പക്ഷേ എനിക്കിഷ്ടമുണ്ട് പാത്രം കഴുകാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സോപ്പൊക്കെ ഇട്ട്, പക്ഷേ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് പതപ്പിച്ച് കഴുകണം കേട്ടോ, അതാണ് എനിക്കിഷ്ടം. പിന്നെ നല്ല ഇതുകൊണ്ടാണ് തേക്കണ സാധനമുണ്ട്, സ്ക്രബ്ബർ, അതൊക്കെ നല്ല അടിപൊളിയുമായിരിക്കണം. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പാത്രം കഴുകൽ ഇനിയിപ്പോൾ അവിടേക്ക് ഒന്ന് തുടച്ച് അതായത് ഈ നമ്മൾ ഉപയോഗിച്ച സ്ഥലമൊക്കെ ഒന്ന് തുടച്ച് ഭംഗിയാക്കണം. അപ്പം അങ്ങനെ കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ എന്തെന്നാണ് പറയണത്, ഇന്ന് വേറെ പുറത്തോട്ടൊന്നും പോയില്ല കേട്ടോ. ഞായറാഴ്ചയാണെങ്കിലും ഇന്ന് നമ്മൾ വേറെ പുറത്തോട്ടൊന്നും പോയില്ല. എനിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ ഈ എല്ലാ ഞായറാഴ്ചയും ഈ പോക്ക് നമുക്ക് നടക്കില്ലല്ലോ. എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിലിങ്ങനെ ഇരുന്നിരുന്നേ നമ്മൾ ഒരുപാട് വശക്കേടാവും. നമ്മുടെ മാനസിക നിലയൊക്കെ ചിലപ്പോൾ വേറെ തെറ്റിപ്പോണൊരവസ്ഥയൊക്കെ വരും. കാരണം നമ്മൾ ഈ അകത്ത് തന്നെ അടച്ചു പൂട്ടിയിരുന്ന് കഴിയുമ്പോഴേ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വരും. നമുക്ക് ഒന്നിനോടൊരു താല്പര്യമില്ലായ്മയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള വേളകളിൽ നമ്മളിങ്ങനെ ഇതേമാരത്തെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് വീണ്ടും കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ല, അത് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കാണും കേട്ടോ. വേറെ ആരും കണ്ടില്ലെങ്കിലും ഞാൻ തന്നെ കാണാറുണ്ട്. കാരണം ഞാൻ ഇത്രയും പണികളൊക്കെ ചെയ്തോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ വീഡിയോ ഒന്ന് വളരെ ചെറുതാണ് കേട്ടോ. കാരണം എനിക്ക് ഇന്നിപ്പം അധികം വേറെ പുറത്തോട്ടൊന്നും പോകാത്തത് കൊണ്ട് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഇതിൽ കിടക്കണ വീഡിയോ ഇട്ട് നമ്മൾ കളയുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെ കൂടി എഡിറ്റ് ചെയ്തിട്ട് ഇന്നൊരു ചെറിയ വീഡിയോ ആക്കി ഇടാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരോട് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നൊന്നുമില്ല, അത്രയൊക്കെ തന്നെ. എപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ പറയണത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.